വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 21 മുതൽ 25 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 26. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. അന്വയം: പത്രം പുഷ്പം ഫലം തോയം യഃ മേ ഭക്ത്യാ പ്രയച്ഛതി പ്രയതാത്മനഃ തദ് ഭക്ത്യുപഹൃതം അഹം അശ്നാമി. യാതൊരാൾ ഇല, പൂവ്, പഴം, ജലം മുതലായവ ഭക്തിയോടെ എനിക്ക് സമർപ്പിക്കുന്നുവോ, ശുദ്ധാത്മാവായ അവൻ്റെ ആ ഉപഹാരത്തെ ഞാൻ സ്വീകരിക്കുന്നു. ശുദ്ധാത്മാവായ ഒരാൾ ഏതു വസ്തു ഭഗവാനായി ഭക്തിപൂർവം സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും. ആൾ ശുദ്ധാത്മാവായിരിക്കണമെന്നതും സമർപ്പണം ഭക്തിയോടെ ആയിരിക്കണമെന്നതും പ്രധാനമാണ്. അങ്ങനെയുള്ള ഭക്തൻ എന്ത് നൽകിയാലും അത് ഭഗവാന് സ്വീകാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശ്ലോകം 27. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. അന്വയം: കൗന്ദേയ, യത് കരോഷി, യത് അശ്നാസി, യത് ജുഹോഷി, യത് ദദാസി, യത് തപസ്യസി തത് മദർപ്പണം കുരുഷ്വ. അതായത്, അല്ലയോ അർജുന, നീ എന്ത് ചെയ്താലും, എന്ത് ഭുജിച്ചാലും, എന്ത് ഹോമിച്ചാലും, എന്ത് ദാനം ചെയ്താലും, എന്ത് തപസ് ചെയ്താലും അതെല്ലാം എനിക്കുള്ള അർപ്പണമായി ചെയ്യുക. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുക എന്ന് സാരം. എല്ലാ കർമ്മങ്ങളും യജ്ഞമായി തീരുന്നതിനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഇത്. ഇങ്ങനെ ചെയ്താലുള്ള ഫലം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. ശ്ലോകം 28. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. അന്വയം: ഏവം ശുഭാശുഭഫലൈഃ കർമ്മബന്ധനൈഃ മോക്ഷ്യസേ സന്യാസയോഗയുക്താത്മാ വിമുക്തഃ മാം ഉപൈഷ്യസി. അതായത്, ഇപ്രകാരം ശുഭവും അശുഭവുമായ ഫലങ്ങൾക്ക് കാരണമായ കർമ്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് നീ മുക്തനായിത്തീരും. ഇങ്ങനെ സന്യാസയോഗ കൂടിയ അന്ധകരണമുള്ളവനാവുകയും തൽഫലമായി നീ എന്നെ പ്രാപിക്കുകയും ചെയ്യും. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ സകല കർമ്മങ്ങളും ചെയ്യുന്നത് മൂലം കർമ്മബന്ധങ്ങൾ അറ്റുപോവുകയും ഒടുവിൽ പരമപദപ്രാപ്തി സാധ്യമാകുകയും ചെയ്യും എന്നർത്ഥം. ശ്ലോകം 29. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. അന്വയം: അഹം സർവഭൂതേഷു സമഃ മേ ദ്വേഷ്യഃ ന അസ്തി പ്രിയഃ ന യേ തു മാം ഭക്ത്യാ ഭജന്തി തേ മയി അപി അഹം തേഷു ച. അതായത്, ഞാൻ സകല ജീവരാശികളിലും തുല്യനാകുന്നു. എനിക്ക് ശത്രുവില്ല, മിത്രവുമില്ല. എന്നാൽ യാതൊരുവൻ എന്നെ ഭക്തിപൂർവം ഭജിക്കുന്നുവോ അവർ എന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു. പരമഭക്തിയുടെ പരിണാമഫലം ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുക എന്നതാണ്. ആ തന്മയീഭാവത്തെയാണ് അവർ എന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു എന്ന വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. ശ്ലോകം 30. അപി ചേത് സുദുരാചാരോ ഭജത്തെ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഃ. അന്വയം: സുദുരാചാരഃ അപി മാം അനന്യഭാഗ് ഭജതേ ചേത് സഹ സാധുഃ ഏവ
മന്തവ്യഃ ഹി സഹ സമ്യക് വ്യവസിതഃ. അതായത് വളരെ ദുരാചാരിയാണെങ്കിൽ പോലും അന്യശരണമില്ലെന്ന് ഉറപ്പിച്ച് എന്നെ ഭജിക്കുന്നുവെങ്കിൽ അവൻ നല്ലവനെന്ന് കരുതപ്പെടേണ്ടതാണ്. എന്തെന്നാൽ സാധുവായ, അതായത് ശരിയായ നിശ്ചയം അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കൊടിയ ദുരാചാരികൾക്ക് പോലും രക്ഷാമാർഗമുണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അന്യശരണമില്ലെന്നുറപ്പിച്ച് ഭഗവത് ഭജനം നടത്തുക. മനസ്സ് നല്ല വഴിക്ക് തിരിഞ്ഞു കഴിയുമ്പോഴേ അത് സാധ്യമാകൂ. പാപയോനികളിൽ ജനിക്കപ്പെട്ടെങ്കിലും ശരിയായ മാർഗത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നതിന് ഭഗവാൻ വ്യക്തമാക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരിഃ ഓം.